അസ്സലാമു അലൈക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന ദുആ ഒരിക്കലും നിരാകരിക്കപ്പെടുകയില്ല എന്ന്. ബിസ്മിനെ 12,000 തവണ ഓതുകയും ഓരോ ആയത്തിനു ശേഷവും 2 റക്അത്ത് വീതം നിസ്കരിച്ച് സ്വലാത്തും ഓതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആഗ്രഹവും തീർച്ചയായും നിറവേറും. ബിസ്മിനെ നിത്യേന ഓതുന്നവന് ദുഃഖം, വിഷമം, വിപത്ത് മുതലായവ അവനെ ഒരിക്കലും സമീപിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. ബിസ്മിനെ 786 തവണ 7 ദിവസം തുടർച്ചയായി ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറും. ബിസ്മിനെ 21 തവണ ഓതിയവനെ ശൈത്താൻ ഭയക്കും. കളവ് ഇത് അവനെ ബാധിക്കില്ല. ബിസ്മിനെ 186 തവണ ഓതി വെള്ളത്തിലൂതിക്കൊടുത്താൽ ബുദ്ധിമന്ദത മാറിക്കിട്ടും, ഓർമ്മ വർദ്ധിക്കും, കേട്ടതിനെ മറക്കുകയില്ല. ബിസ്മിനെ 61 പ്രാവശ്യം ഓതി പ്രാർത്ഥിച്ചാൽ പറയുന്ന സ്ഥലത്ത് മഴ പെയ്യും. ബിസ്മിനെ അധികമായി ഓതുന്നവൻ്റെ വരുമാനം വർദ്ധിക്കും. ബിസ്മിനെ 35 പ്രാവശ്യം പേപ്പറിൽ എഴുതി വീട്ടിലോ കടയിലോ തൂക്കിയാൽ അവിടെ ജിന്നും പിശാചും അടുക്കുകയില്ല. വ്യാപാരത്തിൽ ഐശ്വര്യവും നന്മകളും ഉണ്ടാകും. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഓതുന്ന സൂറത്തുകളും നമസ്കാരവും എല്ലാം നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കപ്പെടുന്നതാക്കി റബ്ബ് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ പറ്റിയുള്ള ഒരു മാർഗമാണിത്. നമ്മൾ ഓരോന്ന് ചൊല്ലുമ്പോഴും ഓതുമ്പോഴും എന്ത് ചെയ്യുമ്പോഴുമായിക്കട്ടെ, എല്ലാത്തിനോടും ഒരു വിശ്വാസം വെച്ച് ഈ കാര്യം നടക്കും, ഞാൻ ഇത് ചെയ്താൽ എൻ്റെ ആവശ്യം നിറവേറും എന്ന ഒറ്റ തീരുമാനത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. അല്ലാതെ 1-2 ദിവസം ചൊല്ലിയിട്ടോ ഓതിയിട്ടോ എൻ്റെ ആവശ്യം നിറവേറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാതെ നമ്മുടെ ആവശ്യം നിറവേറും എന്ന് പറഞ്ഞ് പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് അതിന് എത്ര വലിയ കാര്യമാണെങ്കിലും നടന്നു കിട്ടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അതില്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും വീടില്ലാത്തതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാർഗത്തെക്കുറിച്ചാണ്. അങ്ങനെയുള്ളവർ ബിസ്മിനെ കൈവിടാതെ കൊണ്ടുപോകുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം തരും. നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളൊന്നും കൈവിടാതെ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സൂറത്തുകളും ഒന്നും കൈവിടാതെ നമ്മൾ വീണ്ടും വീണ്ടും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.